ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ താലൂക്കുകളിലായി 52 വാർഡുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് ആലപ്പുഴ നഗരസഭ. ആലപ്പുഴ നഗരം യുഡിഎഫിന്റെ പ്രബല കേന്ദ്രമെന്ന് പറയുമ്പോഴും എൽഡിഎഫും യുഡിഎഫും മാറി മാറി നഗരസഭാ ഭരണത്തിലെത്തിയിട്ടുണ്ട്. തുടർച്ചയായി 2ാം വർഷമാണ് ആലപ്പുഴ നഗരസഭ എൽഡിഎഫ് ഭരിക്കുന്നത്. നിലവിൽ ഒരു സീറ്റിന്റെ ഭൂരിപക്ഷത്തിലാണ് ഭരണം, അതും സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പിന്തുണയോടെ. ഭരണമുന്നേറ്റം ഇങ്ങനെയെങ്കിലും ആലപ്പുഴ നഗരസഭ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നത്. മാലിന്യ പ്രശ്നവും നഗരസഭാ ജീവനക്കാർക്ക് കൃത്യസമയത്ത് ശമ്പളം കൊടുക്കാൻ പറ്റാത്തതുമെല്ലാം നഗരസഭയെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു പരിധിവരെ കഴിഞ്ഞുവെന്നാണ് നഗരസഭാ ചെയർപേഴ്സൺ പറയുന്നത്. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം സാമ്പത്തികം തരണം ചെയ്യാനായിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ 3 വർഷത്തിനുള്ള നമ്മളുടെ ശമ്പള പരിഷ്കരണം കഴിഞ്ഞു. പിന്നെ ആണെങ്കിൽ DA വർധന, സാധനത്തിൻ്റെ വില കൂടുന്നതനുസരിച്ച് അവർക്ക് DA വർധനയുണ്ട്. ആ DA വർധന തന്നെ ഇപ്പോൾ കൂടി വരുമ്പോൾ അതനുസരിച്ച് തന്നെ ശമ്പളം വർദ്ധിക്കുകയാണ്. ഇപ്പോൾ ഒരു മാസം നമുക്ക് 95 ലക്ഷം രൂപ ശമ്പളവും പെൻഷനും കറണ്ട് ചാർജും ഒക്കെ ആയിട്ട് നമുക്ക് ആവശ്യമുണ്ട്. നമ്മളിവിടുന്ന് മാലിന്യങ്ങൾ ഏകദേശം 10-20 ലോഡ് സർവ്വദൂരത്തേക്ക് കൊണ്ടുവരും. അതിപ്പം ഞങ്ങൾക്ക് കുറച്ച് 4 ലോഡിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. കാരണം ബോധവൽക്കരണം, ബയോഗ്യാസ് പ്ലാന്റ്, പൈപ്പ് കമ്പോസ്റ്റ്, പിന്നെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം, പിന്നെ സെഗ്രിഗേഷൻ ചെയ്ത് വളം, ഈ മാലിന്യം തിരിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ 4 ലോഡിലേക്ക് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുതന്നെ നമുക്ക് വളരെ സംതൃപ്തിയുള്ള കാര്യമാണ്. എന്നാൽ ചെയർപേഴ്സന്റെ വാദഗതികളെ എതിർക്കുന്നതോടൊപ്പം പ്രശ്നപരിഹാരത്തിനായി നഗരസഭ ഭരണകർത്താക്കൾ പ്രവർത്തിച്ചിട്ടില്ലെന്ന ആരോപണവും നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നു. ടീച്ചർ പറയുന്ന 2 MLA-മാർ, ജി സുധാകരൻ, തോമസ് ഐസക് എന്ന് പറയുന്ന 2 MLA-മാർ, അവരാണ് മാലിന്യ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും 100% തെറ്റാണ്. മാലിന്യ പ്രശ്നം നമുക്ക് ഇതുവരെ ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ടില്ല. പരിഹാരം ഉണ്ടാക്കി ഇപ്പോൾ 4 മൊത്തം 8 കോടി രൂപയാണ് ആലപ്പുഴ നഗരസഭയ്ക്ക് സംസ്ഥാന സർക്കാരും കേന്ദ്ര ഗവൺമെൻറ്റിനോട് 8 കോടി രൂപ കൊടുത്തു. ഈ 8 കോടി മാലിന്യ സംസ്കരണ പ്ലാന്റിന് വേണ്ടി സർവോദയപുരത്ത് കൊടുത്ത പൈസയാണ്. ആ പൈസ 8 കോടി കൊടുത്തിട്ട് നമ്മൾ 5 ന്യായ പൈസയുടെ പ്രയോജനം നമ്മുടെ ആലപ്പുഴ നഗരത്തിലെ ജനങ്ങൾക്ക് കിട്ടുന്നില്ല. കാരണം വേറൊന്നുമില്ല, ഏതാണ്ട് 3 കോടി 80 ലക്ഷം രൂപ ആദ്യം കൊടുത്തു. അതിനകത്താണ് നമ്മുടെ പ്ലാന്റും അതിൻ്റെ ഇറ്റാച്ചി, JCB ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഇന്ന് നമ്മൾ ടാറ്റ ഇറ്റാച്ചി അവിടെ തുരുമ്പെടുത്ത് കിടക്കുന്നു. അവിടെ ഒരു പ്ലാന്റുണ്ട്. പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഒരു 2 കോടി 80 ലക്ഷം രൂപയ്ക്കാണ് പ്ലാന്റ് മേടിച്ചത്. ആ പ്ലാന്റ് മേടിച്ച് ഇന്ന് വരെ അത് ആലപ്പുഴ നഗരസഭയിൽ പ്രവർത്തിച്ച് 1 കിലോ വളം ഉണ്ടാക്കാനായിട്ട് ആലപ്പുഴ നഗരസഭ ചെയർപേഴ്സണോ മുൻ ചെയർമാൻ PP ചിത്തരഞ്ജനോ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ മേഴ്സി ടീച്ചറിനോ സഹായിച്ചിട്ടില്ല. അത് വലിയൊരു പരാജയമായിട്ട് മാറുകയാണ്. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉയരുമ്പോൾ നഗരസഭയിലെ 52 വാർഡുകളെയും വാർഡ് കൗൺസിലർമാരെയും അവരുടെ പ്രവർത്തനങ്ങളെയും പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുകയാണ് ഇന്റർനെറ്റ് ചാനലായ ആലപ്പി ന്യൂസിന്റെ ജനസമക്ഷം പരിപാടിയിലൂടെ. ജനസമക്ഷം പരിപാടിയിൽ പ്രേക്ഷകർക്കും പങ്കാളികളാകാം. വാർഡുകളുടെ പ്രവർത്തനങ്ങൾ പരിപാടിയിലൂടെ കണ്ടുവിലയിരുത്തുന്ന പ്രേക്ഷകർക്ക് പ്രതികരണങ്ങൾ അറിയിക്കാനും രേഖപ്പെടുത്താനുമുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്.